അപ്പോൾ ഹലോ മക്കളെ, മമ്മി ദേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എന്ന് പറയുന്നത് ഇതേ വേറെ ഒന്നല്ല, നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെ സംഭവം മമ്മി ആരും ഇതൊരു ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് മമ്മി ചുറ്റിയെ പരിചയപ്പെടുത്താൻ വേണ്ടത്. അയ്യോ, ആർക്കും അറിയില്ല ഇത് എന്തിന്റെ പേര്. സേവനാഴി നൂലപ്പച്ച്. നൂലപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ എല്ലാവരും പുതിയതായിട്ട് ഉപയോഗിക്കുന്ന സാധനം മമ്മി ഒന്നും ഇത് കണ്ടല്ലേ. അയ്യയ്യേ, സേവനാഴിന്റെ അങ്ങനെ പറയാ. ഇങ്ങനെ കളിക്കും, ഇതേ വല്ല കണ്ണിലേക്കൊക്കെ തെറിച്ച് വീട്ടാ. അപ്പൊ മക്കളെ, നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് കടന്നു വരൂ. അവിടെ ഇരുന്നോട്ടെ, അവിടെ കിടന്നോട്ടെ അമ്മ. അപ്പൊ നമുക്ക് ഒരെണ്ണം ഉണ്ടായി. അതില് ഈ എന്തുട്ടാണ് അതുകൊണ്ട് തന്നെ പോലെ അത് ഒരച്ച് മാത്രം ഉണ്ടായുള്ളൂ, നൂലപ്പത്തിന്റെ അച്ച് മാത്രം. അച്ചുകൾ ഉണ്ടായി, പക്ഷെ നമ്മുടെ വീടിന്റെ പണിയും അതൊക്കെ നടന്നപ്പോ അവിടെ ഇവിടെ ഒക്കെ എടുത്തിട്ട് അതൊക്കെ പോയി. അപ്പ അമ്മ പറഞ്ഞ് മുറുക്കിന്റെ അച്ച്, പക്കുവടയുടെ അച്ച് അതൊക്കെ ഉള്ളത് മേടിക്കും മമ്മി. അപ്പൊ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാം. പറഞ്ഞോളൂ, അതന്നെ എന്തിനൊക്കെയാണെന്ന് പറഞ്ഞു. മുറുക്കിന്റെ അച്ച് എന്തിന്റെ അത് മറ്റേത് നോക്കി അതൊരു നൂലപ്പത്തിന്റെ അച്ച് ഉണ്ട്. അതാ അത് പറ, അത് പറ. മുറുക്കാനല്ലേ? മുറുക്കങ്ങനെ മറ്റേത് കുക്കുവട. ഇത് വലിയ നൂലപ്പം വേണ്ടവർക്ക്, ഇത് ചെറിയ നൂലപ്പം വേണ്ടവർക്ക്. മൂന്നച്ചുണ്ടാവും. ആ ഓട്ടോയിട്ട് മൂന്നച്ചുണ്ടല്ലത്. അപ്പൊ ഞങ്ങതേ ഇതിന് ബാക്കിലായിട്ട് നമ്മൾ ഉണ്ടാക്കണതായിരിക്കില്ല. അപ്പൊ ടെക്നോനറിയാം, മിക്കതും അറിയാം. അപ്പൊ ഞങ്ങ മഴ മാറണ വരെ ഞങ്ങ കൊക്കുവട, മുറുക്ക് അതുമേലൊക്കെ മാറ്റി മാറ്റി പിടിക്കുന്നതായിരിക്കും. നിങ്ങളെ കാണിച്ചു തരാട്ടാ. അപ്പൊ അത് നമ്മുടെ സോപ്പ് ചേട്ടൻ ഞായറാഴ്ച ദിവസം ഇവിടെ സോപ്പ് ഓയില്, സോപ്പ് പൊടി ഒക്കെ കൊണ്ടുവരും. ഞങ്ങൾ ആളോടാണ് എല്ലാവരും മേടിക്കാറ്. അപ്പൊ ആള് എല്ലാരും പറയണത് ഒക്കെ കൊണ്ടുവന്ന് തരും. അപ്പൊ അതേപോലെ കൊണ്ടുവന്നതാണിത്. എടാ അത് അവിടെ നിക്കട്ടെ, എന്തിനാടാ അത് പേടിച്ച് മൂത്രം ഒഴിക്കൂടാ, എന്തിനാടാ അത് പേടിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ത്യലയത്തിന്റെ ഒരു ചീഞ്ചട്ടി ഉണ്ട്. അത് വലിയ ചീഞ്ചട്ടിയാണ്, കുഴിയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അതിലും ചെറുതൊരെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിന്റെ ചെറുതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ കൊണ്ടെന്താണ് ആളിന്ന്. അപ്പൊ അത് മേടിച്ച്, സോപ്പ് പൊടി മേടിച്ച്, ഇത് മേടിച്ച്, അത് മേടിച്ച്. പിന്നെ അതെ അമ്മു തയ്ച്ചോണ്ടിരിക്കയാണ്. അമ്മുവിന്റെ ഉടുപ്പ് കണ്ടപ്പോ അല്ല, സ്വന്തമായിട്ട് ഡിസൈൻ അല്ലതേ. അമ്മുവിന്റെ ഉടുപ്പ് കണ്ടപ്പോ അമ്മുവിന്റെ ചിറ്റയ്ക്ക് ആഗ്രഹം ഉടുപ്പ് വേണമെന്ന്. അപ്പൊ അതെ അമ്മു ചിറ്റക്കായിട്ട് ഒരു ഉടുപ്പ് തയ്ച്ച്, അമ്മേ ഉടുപ്പ് തയ്ച്ച്, കഴുത്ത് തയ്ച്ച്, ബാക്കിൽ വള്ളിയൊക്കെ വെച്ച് അടിപൊളി. നീ അങ്ങനെ കേക്കുള്ളൂ. ആ നൈറ്റ് ഡ്രസ്, പോലത്തെ നൈറ്റി ഫ്രോക്ക്, ഇപ്പോഴത്തെ നൈറ്റി ഫ്രോക്ക് ബോംബ് പോലെ അമ്മേ. ഓ അത്രക്ക് നീ പൊക്കല്ലേ ചെടിത്തിയാരാ. അപ്പൊ അത് തയ്ക്കണ. പിന്നെ അതേ മമ്മിക്ക് പാവാട ഒരേ മീറ്ററിന്റെ തുണികൾ ഇരിക്കുന്നുണ്ടായി, ഒരു 3 കഷ്ണം, 2 വെള്ളയും വേറൊരു കളറും. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മു അതില് അത് കൂട്ടി ജോയന്റെ ഇത് മമ്മിക്ക് വീട്ടിലെടുക്കണം. ചളികൾ അല്ല. അപ്പൊ ഇങ്ങനത്തെ പാവാട അടിയിൽ, ഉടുപ്പിന്റെ അടിയിൽ ചെറിയ പാവാട ഉടുക്കാൻ ചെറിയ പാവാട ഉടുക്കാം. അപ്പൊ നോക്കി ഇപ്പൊ പാവാട ഇല്ല, കുറവ് 3 ഉള്ളൂ അമ്മയ്ക്ക്. മഴയൊക്കെ അല്ലേ, അപ്പൊ ഉണങ്ങി കിട്ടാൻ പ്രയാസം. അപ്പൊ ഇങ്ങനെ 3 തുണി ഇരിക്കണ്ടായി. അപ്പൊ അമ്മ ഉടുപ്പ് തയ്ച്ചു കഴിഞ്ഞപ്പോ, ഉടുപ്പ് കഴിഞ്ഞ ഞായറാഴ്ച തയ്ച്ചു മുക്കാലാക്കി വെച്ചേക്കണ്ട. അപ്പൊ അത് കഴിഞ്ഞപ്പോ മമ്മി പറഞ്ഞ പാവാട അടിച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ ആളിതേ പാവാട അടിക്കാനിരുന്നു.
മമ്മി പാവാട ഉടുക്കണമെങ്കിൽ ലൈക്ക് അടിക്ക് ഉടുക്കണ്ടെങ്കിൽ അയ്യോ ഞാൻ ഈ മൈക്ക് അങ്ങോട്ട് തരട്ടെ ഞാൻ വെറുതെ കൊണ്ടുവച്ചേക്കണേ മൈക്ക് കൊടുക്കട്ടെ മമ്മിക്ക് നാണം വന്നി. അപ്പൊ ഞങ്ങൾ ഇതില് നൂലപ്പം മാത്രമല്ല അമ്മു ചിക്കൻ കറി ഒക്കെ ഓ എല്ലാരും കണക്കാണല്ലോ ദൈവമേ. നൂലപ്പം മാത്രമല്ല ഞങ്ങള് മുറുക്ക് കൊക്കുവട അതൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കുന്നത് സുയിൻ പരിപ്പോട മക്കളെ കാണിച്ചു തരും. മമ്മി ഇവിടെ തുടങ്ങാൻ പോയ മറ്റേ പെട്ടിക്കട ബെല്ലാ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് നടക്കാൻ നിവർത്തില്ല മക്കളെ. ഇപ്പുറത്തൊക്കെ കൊക്കോട ബജ്ജി, അപ്പുറത്ത് നൈറ്റി പാവാട, ചിറ്റപ്പുറത്ത് നോക്കും മമ്മി ഇപ്പുറത്ത്. ചിരിക്കല്ലേ എന്റെ പൊന്നു മോനെ. ബാഗ് വെച്ചുണ്ടാവാൻ വേണേ കവറ്. ബാഗ് ഇവര് പോകുമ്പോ ബാഗ് സാധനം വാങ്ങിക്കാൻ കിട്ടും ആമസോണില്, അത് വാങ്ങിച്ചാൽ മതി. ബാഗ് കവർ. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ കവറില കൊണ്ടുവരാ. അപ്പൊ വലിയ കവർ ഇട്ടെ. ചീനച്ചട്ടി, പിന്നെ സേവനാഴി, പുട്ടുതൂതല്ല പുട്ടുതൂതല്ല സേവൻ നൂൽപുട്ട്, കറക്കിഞ്ഞക്കി നൂൽപുട്ട്, പിന്നെ ഒരു സോപ്പ് പൊടി പാക്കറ്റ് ഒരെണ്ണം മതിയായി. ഇന്ന് ഗൈസ് മമ്മി ഇന്നലെ ഞങ്ങൾ ബീഫ് അല്ലേ, ഇന്നലെ ബീഫ് മമ്മിക്ക് ബീഫും എല്ലും വേണം. മമ്മിക്ക് എല്ല് വേണം, എല്ലില്ലാണ്ട് തിന്നാൻ പറ്റില്ല. അതിപ്പോ എന്ത് കറി ആയാലും സാമ്പാർ വെക്കുമ്പോ എല്ല് വേണമെന്ന് പറയും ചില സമയത്ത്. ആൾക്ക് എല്ലില്ലാണ്ട് വലിയ. എന്നിട്ട് ഞാൻ ഇന്നലെ ബീഫിന്റെ ഒപ്പം എല്ല് വാങ്ങിച്ച ആളെ ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ 4 കഷ്ണം കുഞ്ഞെല്ലല്ല മക്കളെ. മമ്മി ഒരു എല്ലെടുത്തിട്ട് മമ്മി അടിക്കും റോളൂന് കൊടുക്കും. എന്നിട്ട് അത് റോളൂന്റെ അതിനടുത്ത് മമ്മി അടിക്കും പിന്നെ. അയ്യേ അത് മക്കളെ എല്ലും ഇറച്ചിയും കൂടി മുന്നൊക്കെ നമ്മുടെ വീട്ടില് ഈ ബീഫ് തന്നെ അങ്ങനെ മേടിക്കാറില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള കഴിവുള്ളൂ. അപ്പൊ ഈ വെട്ടിക്കൂട്ട്, പിന്നെ നെഞ്ചടി അങ്ങനെയൊക്കെയാണ് മേടിക്കുക. അപ്പൊ അതിനകത്ത് അപ്പൊ അതിനകത്ത് എല്ലുണ്ടാകും. അപ്പൊ എല്ലില് കപ്പയൊക്കെ ഇട്ട് വേവിച്ച് കഴിക്കുമ്പോ അതൊരു ടേസ്റ്റ്. അന്നത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല. എന്നാലും മമ്മിക്ക് ആഗ്രഹം എല്ല് കടിക്കണമെന്ന്. എന്നിട്ട് ഉമ്മമാരോട് പറയും, എല്ലാ ആഴ്ചയും പറയും ഇവര് മേടിച്ചോണ്ടിരില്ല. കഴിഞ്ഞ ആഴ്ച മേടിച്ചോണ്ടത് പട്ടികൾക്കും കൂടി വേണ്ടാത്ത 2-4 എല്ലെടുത്തിട്ടേക്കണ്. അതിനകത്തൊരു കഴമ്പോ ഒന്നുമില്ല. എന്നിട്ട് ഇന്നലെ ഈ പറഞ്ഞ പോലെ ബീഫ് മേടിച്ചോണ്ടിട്ട് അതിനകത്ത് 2-3-4 കഷ്ണം ഉണ്ടായി. അത് കടിക്കാൻ പറ്റണതാണ് ശരിയാ. പക്ഷെ 4 കഷ്ണം ഉണ്ടായുള്ളൂ. അത് അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിയില്ല. മമ്മിക്ക് 1 കിലോ ഇറച്ചിയിൽ 3/4 എല്ലിട്ടാരാ. അല്ല 1/4 കിലോ മേടിക്കാട് അങ്ങനത്തെ, അല്ലെങ്കിൽ 1/2 കിലോ മേടിക്കാല്ലേ. അതെന്ത് സംബന്ധിച്ചല്ലേ, നമുക്ക് കാശ് കൊടുത്ത് പറഞ്ഞാൽ തരുവര്. ഞാൻ ഇനി 10 പ്രാവശ്യം അങ്ങനെ പറയാം. ഇത് നമ്മൾ എല്ലിടാൻ പറയുമ്പോ അവര് മനസ്സിലായി വെറുതെ തന്നെ അവർക്ക് തരാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാശ് കൊടുത്ത് മേടിച്ചോളൂ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോ കാശ് കൊടുത്തു. അപ്പൊ എന്നിട്ട് കപ്പയൊക്കെ ഇട്ട് വയ്ക്കുമ്പോ അതൊരു ടേസ്റ്റ് ആണ്. കപ്പിട്ട് മസാല ഇട്ട് കപ്പയിട്ട് എരിവ് കുറച്ച് ഇട്ട് എടുക്കുമ്പോ അതൊരു നല്ല വെന്ത കപ്പ സന്തോഷം അല്ലേ. നല്ല പഴയ ഒരു ഓർമ്മ പുതുക്കൽ വരും. അതൊക്കെ അല്ലേ നമുക്ക് സന്തോഷം. മമ്മി പുറത്തേക്ക് ഒന്നും പോകണല്ലേ. പുറത്തേക്ക് അങ്ങ് മമ്മീനെ ആരും കൊണ്ടുപോകണല്ലേ. ഇതൊന്നും മിണ്ടാത്തല്ലേ ഈ കുട്ടികളെ വീഡിയോയിലൊന്നും. ഞാൻ പോകണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൊണ്ടുപോകണ്ടല്ലോ. ഇന്നലെ പോയില്ലേ സാൽമനില്. ഇടയ്ക്കിടയ്ക്കൊക്കെ എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മഴയും ഇതൊക്കെ അല്ലേ മക്കളെ, എന്താ ചെയ്യാ. എല്ലാ ദിവസവും ഒന്നും പോകണം. പട്ടായെ കൊണ്ടുപോവാ. പട്ടായയിലൊക്കെ ഇതാണ് മഴ. മഴയല്ല, എന്നിട്ട് മേഘവിസ്ഫോടനം. പട്ടായയിലല്ല, കുളുമണാലിയില്. എല്ലാം അറിയാം മമ്മിക്ക്. ഞമ്മ യൂട്യൂബൊക്കെ കണ്ടു കിടക്കണേല്ലേ. എടാ ആ വടി കാണുമ്പോഴാണ് റോളൂനൊരു പേടി. നീ അതവിടെ ചാരി വെച്ചത് ഒടിച്ചു കളയില്ലേ. റോളു ഇന്ന് എൻ്റെ ഗുളിയുടെ സ്ലിപ്പ് കഴിഞ്ഞതാണ്. ആ സ്ലിപ്പ് വായിലെടുത്തിട്ടുണ്ട് ഓടി. ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ആ സാധനം കൊണ്ട് വിട്ടു. വടി ഇവിടെ വടി എടുത്തോണ്ട് ചെന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ വേഗം അത് നെൽത്തിട്ടുണ്ട്. വടിയിലാണ്. വേണ്ടാട്ട തക്കു അവിടെ എവിടെ എങ്ങാണ്ട് കിടന്ന് വരത്തണ്ട. ആ വിറകിന്റെ അടി കിടന്നുറങ്ങേ, ചൂട് കിട്ടണ അവിടെ ഉണ്ടാ. അതിന്റെ അടിയിൽ കിടക്കണ്ടായി. തല്ലുടിക്കാൻ പോക്കാണ് ഇപ്പൊ കൂടുതല്. അമ്മ എന്തോന്നും മിണ്ടാണ്ടിരിക്കണേ. ചിറ്റ് ഇനി ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അപ്പൊ പിന്നെ മിഷ്യത്തുമേന്ന് എനിക്കാല. എനിക്ക് ഇനിയിപ്പോ ഷർട്ടിന്റെ തുണി എടുത്ത് ഓർത്താ തയ്ക്കാറുണ്ട്. ബ്ലൗസ് പോലെ ഇരിക്കും ഷർട്ട്. മറ്റേ സിനിമ പോലെ ബ്ലൗസ് തയ്ച്ചു കൊടുക്കണ പോലെ.
അപ്പൊ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് എങ്ങനെയൊക്കെ ഒരു വീഡിയോ റെഡി ആയിണ്ടല്ലേ, ഒരു ദിവസം ഇടാനുള്ള വീഡിയോ റെഡിയാക്കി ഇത്ര. അപ്പൊ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ അതേ മമ്മിയുടെ നെയിലാർട്ട് ഈ നെയിലാർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിക്കാണ്ടാണ് ആൾക്കാർ. ഈ സ്ഥലമാകുമ്പോ എല്ലാരും സ്കിപ്പ് അടിച്ചളയും പറഞ്ഞു. പിന്നെ പറയണൊരു ഇഷ്ടം പോലെ ഉണ്ട്, കിട്ടിയില്ല അത്. അപ്പൊ ഗൈസ് ഓക്കെ. അപ്പൊ മക്കളെ ഓക്കേ.